വീട്ടിലെ ഗ്യാസ് കണക്ഷൻ സുരക്ഷിതമാക്കാൻ ഒരു അവസരം കൂടി. KYC പൂർത്തിയാക്കാനുള്ള സമയപരിധി 23-ന് തീരും. നിശ്ചിത തീയതിക്കകം ബയോമെട്രിക് അപ്ഡേഷൻ നൽകിയില്ലെങ്കിൽ ഗാർഹിക സിലിണ്ടർ ആനുകൂല്യം ലഭിക്കില്ല. വീട്ടിലെ ഗ്യാസ് കണക്ഷൻ സുരക്ഷിതമാക്കാൻ ഇത് ഒരവസരം കൂടി. ഇനി അവസരമില്ല. പ്രത്യേകിച്ച് KYC പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇതാ അവസാനിക്കാൻ പോകുന്നു. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഓരോ ഉപഭോക്താക്കൾക്കും അവരുടെ LPG ഗാർഹിക സിലിണ്ടർ KYC പൂർത്തിയാക്കാനുള്ള സമയപരിധി. എന്നാൽ അത് പ്രയോജനപ്പെടുത്തണമെന്ന് തന്നെയാണ് വിവിധ എണ്ണ കമ്പനികളും പറയുന്നത്. പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനുമാണ് സമയപരിധി നീട്ടിയിരിക്കുന്നത്. BPCL ആകട്ടെ തീയതി നേരത്തെ തന്നെ നീട്ടിയതാണ്. ഇതുവരെ KYC പൂർത്തിയാക്കാത്തവർക്ക് മാത്രമാണ് ഇപ്പോൾ സന്ദേശം വിവിധ കമ്പനികൾ അയച്ചിരിക്കുന്നത്. ഒരു വർഷത്തിനിടെ KYC നൽകിയിട്ടുള്ളവർ വീണ്ടും നൽകേണ്ടതില്ല. എന്നാൽ KYC നിർബന്ധമായി നൽകണമെന്നാണ് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് പൂർത്തിയാക്കാത്തവർക്ക് സബ്സിഡി നിരക്കിൽ സിലിണ്ടറുകൾ ലഭിക്കില്ല. പൂർണ്ണമായി റദ്ദാക്കപ്പെടുന്നതായിരിക്കും. വാണിജ്യ നിരക്കിൽ സിലിണ്ടറുകൾ പിന്നീട് നിങ്ങൾ വാങ്ങേണ്ടി വരും. നിശ്ചിത തീയതിക്കകം ബയോമെട്രിക് അപ്ഡേഷൻ നൽകിയില്ലെങ്കിൽ ഗാർഹിക സിലിണ്ടർ ആനുകൂല്യം ലഭിക്കില്ല എന്നത് തന്നെയാണ് കമ്പനികൾ മുൻകൂറായി പറയുന്നത്. ഇത് ഉപഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് സംബന്ധിച്ച് ഗ്യാസ് ഏജൻസികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2024 KYC അപ്ഡേഷൻ കർശനമാക്കിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് സിലിണ്ടർ ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഈ മാറ്റം ഇപ്പോൾ വീണ്ടും വരുന്നത്. ഗ്യാസ് സിലിണ്ടർ യഥാർത്ഥ ഉടമകൾ തന്നെയാണ് എപ്പോഴും ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു രീതി കമ്പനികൾ കൊണ്ടുവരുന്നത്. ഇനി നിങ്ങൾക്ക് അപ്ഡേഷൻ ചെയ്യാൻ സമയമില്ല. അതിനാൽ വിതരണ ഏജൻസികൾ മുഖേനയും കമ്പനികളുടെ ആപ്പ് വഴിയും ഓൺലൈനായും ഇത് ചെയ്യാവുന്നതാണ്. സിലിണ്ടർ വിതരണത്തിനായി ഏജൻസി ജീവനക്കാർ വീട്ടിലെത്തുമ്പോഴും അപ്ഡേഷൻ നടത്താം. എന്നാൽ സമയം കുറവായതുകൊണ്ട് തന്നെ ഓൺലൈൻ അപ്ഡേഷനാണ് ഏറ്റവും ഉചിതം. അനുവദിച്ച സമയപരിധിക്കുള്ളിൽ KYC ഇനി നിങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് ഗ്യാസ് സബ്സിഡി ആനുകൂല്യം ലഭിക്കില്ല എന്ന് മാത്രമല്ല, കൂടുതൽ പണം നിങ്ങൾ മുടക്കേണ്ടി വരും. കൂടാതെ സിലിണ്ടർ ബുക്കിംഗ് തടസ്സപ്പെടാനോ സബ്സിഡി ഇല്ലാതെ ഉയർന്ന വാണിജ്യ നിരക്കിൽ ഗ്യാസ് സിലിണ്ടർ വാങ്ങേണ്ട സാഹചര്യവും ഉണ്ടാകാനിടയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഓഗസ്റ്റ് 23-നാണ് പുതുക്കിയ ഡെഡ്ലൈൻ. ഇനി കൂടുതൽ സമയം അനുവദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് നടപടികൾ പൂർത്തിയാക്കുക. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.